അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധം ഇറാൻ കടുപ്പിച്ചിരിക്കുകയാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലില് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ അറബ് രാജ്യങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള യുദ്ധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യദു, എന്താണ് കൂടുതൽ വിവരങ്ങൾ അവിടെ? ഇപ്പൊ യുദ്ധം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സാഹചര്യം? അഞ്ജന പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഇറാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഇവർ യുദ്ധം ആരംഭിക്കും, പക്ഷേ ഇത് എപ്പോൾ തീരണം, എങ്ങനെ തീരണം, എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് ഇറാൻ ആദ്യം മുതലേ തന്നെ, അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാലം മുതലേ ഇറാൻ പറയുന്ന കാര്യമാണ്. ഇറാൻ പറഞ്ഞതേ പ്രവർത്തിക്കൂ, പറഞ്ഞത് പ്രവർത്തിച്ച ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഈ യുദ്ധം ഏറ്റെടുത്ത് രാത്രിയായപ്പോഴേക്കും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇത്രയും നേരം, അതായത് രാവിലെയാണ് ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിനെതിരെ ആ സമയത്ത് ഇറാൻ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേൽ ചെറിയ സ്ഫോടനങ്ങൾ നടന്നു. ടെല്ലവീവിനെ ലക്ഷ്യമാക്കി ചില മിസൈലുകൾ വന്നു. അത് ഇസ്രായേൽ തടുത്തു. ഞങ്ങളുടെ അയൺ ഡോം ഗംഭീരമാണ് എന്ന നിലയിൽ ഇസ്രായേൽ സ്റ്റാൻഡ് എടുത്തു. അമേരിക്കയുടെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ രാവിലെ ആക്രമണം നടത്തി. അത് കാര്യമായ പ്രഹരമൊന്നും ഉണ്ടാക്കിയില്ല. അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന ദയനീയമായ സാഹചര്യം ഒഴിച്ചാൽ മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ രാത്രിയായപ്പോഴേക്കും ഇറാൻ തങ്ങളുടെ സംഹാര രൂപത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അവരുടെ ഫത്ത മിസൈലുകൾ അവരെടുത്തിട്ടുണ്ട്. ഫത്ത മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതുപോലെ തന്നെ അത് ഹൈപ്പർസോണിക് ശ്രേണിയുള്ള മിസൈലാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ആയുധങ്ങളും അവർ ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഇറാൻ്റെ കരുത്ത് അവർ കാണിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ മൈൽഡായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ദൂരം പോകുന്ന ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള പല മിസൈലുകളുമാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, വടക്കൻ ഇസ്രായേൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ ഉൾപ്പെടെ വ്യാപകമായ ആക്രമണത്തിന് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് സെൻട്രൽ ഇസ്രായേലാണ്. സെൻട്രൽ ഇസ്രായേലിലും ഇപ്പോൾ സ്ഫോടനങ്ങൾ നടന്നതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ ടെല്ലവീവ്, ജെറുസലേം, ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപകമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ രാത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇവരെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുള്ള അറബ് രാജ്യങ്ങൾക്കുമൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ രാത്രി കടന്നു പോകാൻ. രാത്രിയാകും തോറും ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണ് എന്ന് മാത്രമല്ല, ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമാധികാരി ഉടൻ തന്നെ ലോകത്തെ അഭിസംബോധന ചെയ്ത്, രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രംഗത്ത് വരുമെന്ന് ഇറാൻ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ ആക്രമണങ്ങൾ വിജയമായിരുന്നു, അല്ലെങ്കിൽ ഇറാൻ്റെ പല കേന്ദ്രങ്ങളും തകർന്നു, ആയത്തുള്ള അലി ഖാംനെയി മരിച്ചു, സൈനിക മേധാവികൾ മരിച്ചു, പ്രതിരോധ മന്ത്രി മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രതിരോധ മന്ത്രി മരിച്ചു എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ മരിച്ചാലും ഞങ്ങൾ യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇതാദ്യമായിട്ടല്ല ഇറാൻ പറയുന്നത്. ഇതിനു മുമ്പ് ജൂണിൽ ഇറാനിലേക്ക് ആക്രമണം നടന്ന സമയത്തും അവിടെ ഇറാൻ്റെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിരുന്നു. അന്നും ഇറാൻ പറഞ്ഞത് രക്തസാക്ഷിത്വം ഞങ്ങൾക്ക് മഹത്തരമാണ്, രക്തസാക്ഷിത്വമാണ് ഞങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതൊന്നും വലിയ കാര്യമല്ല. അവർ പോയാൽ പുതിയ ആളുകൾ വരും, പദ്ധതികൾ പ്ലാൻ A B C D എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്, ഞങ്ങളതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇറാൻ പല പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പ്ലാനിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ ഉടൻ തന്നെ അടുത്ത പ്ലാനിലേക്ക് പോകും. അങ്ങനെ അമേരിക്കയും ഇസ്രായേലിനെയും വിറപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 മുതൽ 20 വരെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് ഹിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ രാത്രിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കുവൈറ്റിലെയും ഖത്തറിലെയും ഈ പറയുന്ന സൗദി അറേബ്യയിലെയും UAEയിലെയും അടക്കമുള്ള നിരവധി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് മിസൈലുകൾ. അതുപോലെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ ഒരു മിസൈൽ പാഞ്ഞെടുത്ത് അവിടെ സ്ഫോടനമുണ്ടായിട്ടുണ്ട്. ഇത് ആധികാരികമായി പാശ്ചാത്യ മാധ്യമങ്ങൾ പറയില്ല, പക്ഷേ നിരവധി വാർത്താ ഏജൻസികൾ ഇതിൻ്റെ സൂചനകൾ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായ ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെൻട്രൽ ഇസ്രായേലും ടെല്ലവീവും അതുപോലെ തന്നെ ജെറുസലേമും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ്റെ സൈന്യം
IRGC നേരത്തെ തന്നെ ഇങ്ങനെയൊരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള പ്രതിവിധികൾ എന്ന് പറഞ്ഞാൽ പ്രത്യാക്രമണങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഇറാൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് വീണ്ടും ഇറാനിലേക്ക് ആക്രമണം അവർ നടത്തിയിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് രാവിലെ നടത്തിയ ആക്രമണത്തിന് ശേഷം ചെറിയ ചില ആക്രമണങ്ങൾ നടത്തിയതല്ലാതെ പിന്നീട് വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടില്ല. അമേരിക്കയാണെങ്കിൽ അവിടെ ഏതോ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാൻ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ ഇത്രയും വലിയ മരണസംഖ്യ ഒന്നും വന്നിട്ടില്ല. അല്ല, അവിടെയാണ് ഇസ്രായേലിന്റെ ക്രൂരവും പൈശാചികവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള മുഖം നമ്മൾ കാണുന്നത്. ഇറാൻ എത്ര മാന്യമായിട്ടാണ് ആക്രമിക്കുന്നത്. മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ ആക്രമണം തീവ്രമാണ്, പക്ഷേ അത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, പ്രധാനപ്പെട്ട ഡിഫൻസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകൾ, അപ്പോൾ അതിലെന്തെങ്കിലും അപായം സംഭവിച്ചാൽ പോലും അതൊക്കെ ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സംഭവിക്കൂ. പക്ഷേ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് ഇപ്പോൾ മരണസംഖ്യ 85 കടന്നിരിക്കുന്നു. ഒരു ചെറിയ സ്കൂളാണെന്നേ, ആ സ്കൂളിൽ പഠിക്കുന്നത് മുഴുവൻ ചെറിയ പെൺകുട്ടികളാണെന്നേ, ആ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ശ്രദ്ധിക്കണം, യുദ്ധം എന്താണ്, ആക്രമണം എന്താണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അല്ല, ഇത് തന്നെയാണ് ഗസയിലും ഇസ്രായേൽ ചെയ്തത്. ഇവർക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക, മനുഷ്യരെ, സാധാരണക്കാരെ, സിവിലിയൻസിനെ കൊല്ലുക, എന്നിട്ട് അത് വലിയ ഗംഭീര സംഭവമായിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം ശൈലിയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലരും ഇവിടെ കിടന്നിട്ട് ഈ ഇറാൻ്റെ ഇസ്ലാമിക ഭരണം താഴെ വീഴണമെന്ന് പറഞ്ഞ് വർഗീയമായി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഈ കുരയ്ക്കുന്നവന്മാർ അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അമേരിക്കയും ഇറാനും അവർക്ക് തോന്നിയത് ചെയ്യട്ടെ, അമേരിക്കയും ഇസ്രായേലും അവർക്ക് തോന്നിയത് ചെയ്യട്ടെ, ഇറാൻ നശിക്കട്ടെ എന്നല്ല ഇന്ത്യ പറഞ്ഞത്. കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നമ്മുടെ രാജ്യത്തെ നിലപാട് പോലും എന്താണെന്നറിയാതെ ഇസ്രായേലിനും അമേരിക്കയും കൈയടിക്കുന്ന വിഡ്ഢിക്കൂശ്മാണ്ടങ്ങൾ മനസ്സിലാക്കുക. ഈ യുദ്ധം വ്യാപിച്ചാൽ ഏറ്റവും അധികം അതിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, ആ നാട്ടിൽ വലിയ പ്രശ്നമുണ്ടായാൽ, ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം രൂക്ഷമായി അവിടെ ജോലിയില്ലാത്തൊരു സാഹചര്യം വന്ന് ഇവർ തിരിച്ചു വന്നുള്ള അവസ്ഥ എന്താണ്? ഇപ്പം തന്നെ എയർപോർട്ടുകൾ മുഴുവൻ അടച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോലിക്ക് പോകേണ്ട ആയിരക്കണക്കിന് പേര് വിവിധ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിരവധി കമ്പനികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. ബുർജ് ഖലീഫയിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ സഹോദരങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രവാസികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും അവിടെ മലയാളികളുണ്ട്, അവരുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലുമുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മലയാളികളൊക്കെ ഉണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാതെ യുദ്ധം നടക്കട്ടെ, ഇറാനിലെ ഇസ്ലാമിക ഭരണം നശിക്കട്ടെ എന്ന് വർഗീയപരമായി ഇതിനെ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ നമ്മളെ എല്ലാവരെയും ഇത് ബാധിക്കും. ഇപ്പം തന്നെ നോക്കുക, സ്വർണ്ണവില കുതിച്ചുയർന്നു. ഗ്രാമിന് വലിയ തോതിൽ ഏതാണ്ട് 500 രൂപയ്ക്കടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കിട്ടുന്ന വിവരം. ഗ്രാമിന് ഏതാണ്ട് പവന് 3000-ന് മേലെ രൂപയിലേക്ക് കൂടുകയാണ്. 1,24,000-ലേക്ക് വരികയാണ് പവൻ്റെ വില. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എണ്ണ വില ഇനി കുതിച്ചു വരും, അവശ്യ സാധനങ്ങൾക്ക് വില കുതിച്ചു വരും, വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവും. ഇതിനൊക്കെ ആരുത്തരം പറയും? എന്നിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ എണ്ണങ്ങൾ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ അമേരിക്കയും ഇസ്രായേലാണ്. ഇസ്രായേലാണ് ഇഗ്നൈറ്റ് ചെയ്തത്, അമേരിക്ക ഏറ്റെടുത്തു. ഒടുവിൽ നാണം കെട്ട് നാറുന്ന ഘട്ടം വന്നപ്പോൾ ഒരു പേരിന് യുദ്ധം ചെയ്തു. പക്ഷേ ഇറാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും, അതൊരു യുദ്ധമായി ഞങ്ങൾ കണക്കാക്കുമെന്നാണ്. ഇപ്പോൾ നോക്കുക, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങി ജോർദാൻ ഉൾപ്പെടെയുള്ള നിരവധി ഗൾഫ് രാജ്യങ്ങൾ വലിയ ഭീതിയിലാണ്. ഇപ്പോൾ ബഹ്റൈനിലെ കുവൈറ്റിലെ എയർപോർട്ടിലേക്ക് ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത്. ബഹ്റൈനിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഖത്തറിൽ നിരന്തരമായി സ്ഫോടന ശബ്ദം കേൾക്കുന്നതായി നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഭീതിയിലേക്ക് പോവുകയാണ്. എത്ര സമാധാനമായിട്ട് പോയിരുന്നൊരു ഒരു മേഖലയാണ് പശ്ചിമേഷ്യ. ഇറാൻ എത്ര തവണ മുന്നറിയിപ്പ് കൊടുത്തതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും, നിങ്ങൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്നൊരു യുദ്ധമായിട്ട് ഇത് മാറും, അതിന് നിൽക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് റൈറ്റാണുള്ളത്? സ്വാഭാവികമായിട്ടും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഇറാൻ ഇനി ശക്തമായി തിരിച്ചടിക്കും.
ഈ രാത്രി എന്നല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടാകും. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, മിലീഷ്യകൾ അവരൊക്കെ കഴിയാവുന്ന രീതിയിലൊക്കെ ആക്രമിക്കും. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ 20% നിയന്ത്രിക്കുന്ന മേഖലയാണ്. ഈ 20% എണ്ണ വ്യാപാരം കട്ടായി പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എക്സ്പോർട്ടിനെയാണ്. അതുപോലെ തന്നെ ചെങ്കടൽ അടയ്ക്കാൻ ഹൂത്തികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെങ്കടലിലും വലിയ പ്രതിസന്ധി ഉണ്ടാവും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുമ്പ് ഹൂത്തികൾ ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെങ്കടലും ഹോർമുസ് കടലിടുക്കുമൊക്കെ ഇറാനും അവരുടെ ഗ്രൂപ്പുകളും അടച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ലോകത്ത്? ഈ ലോകത്ത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാവും. എണ്ണ വ്യാപാരം നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകും. വലിയ വിലക്കയറ്റമുണ്ടാകും, പൂഴ്ത്തിവെപ്പുണ്ടാകും, ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും, സ്വർണ്ണ വില കുതിച്ചുയരും, അവശ്യ വസ്തുക്കൾക്ക് വില കുതിച്ചുയരും. നമ്മളെങ്ങനെ ജീവിക്കും? പ്രവാസികൾ കുറേ പേര് പണിയില്ലാണ്ട് നാട്ടിലേക്ക് വരും. ഇവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചെയ്ത ഗുരുതരമായ തെറ്റ് തന്നെയാണ്, വലിയ പിഴവാണ്. കഴിഞ്ഞ ജൂണിൽ ഇങ്ങനൊരു ആക്രമണ ശ്രമം നടത്തി, അത് അവർക്ക് പിഴച്ചു. വീണ്ടും ആക്രമണം നടത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. എങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം, ഇറാന് ശക്തമായ പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നു. റഷ്യ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. ഒരു മേഖലാ യുദ്ധം എന്ന നിലയിലേക്ക്, ഒരു മഹായുദ്ധത്തിൻ്റെ സൂചനകളിലേക്ക് പോവുകയാണ്. ഇത് പിടിച്ചു കെട്ടിയില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യവും തീർച്ചയാണ്.